ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നിയ ആർട്സ് ഗാലറി. പിന്നെ ഞാൻ വന്നിട്ടുള്ളത് നമ്മളടുത്തുള്ളത് കഴിഞ്ഞ ലാമിനേഷൻ്റെ റോൾ അല്ലെങ്കിൽ അലുമിനിയം ഫോയിലിൻ്റെയൊക്കെ ഇതുപോലത്തെ റോൾ ഉണ്ടാവില്ല. അത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു കീ ചെയിനോ ഷോ പീസൊക്കെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ മുകളിൽ നിന്ന് ഇതുപോലൊരു 2 സെൻറ്റിമീറ്റർ വീതിയിലൊരു പീസ് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതുപോലൊരു പീസ് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കതിൻ്റെ എഡ്ജസൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കതിൻ്റെ അടിയിൽ അതിൻ്റെ കറക്റ്റ് അളവിലൊരു കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ നമുക്ക് പേന വെച്ചിട്ട് അതിൻ്റെ കറക്റ്റ് അളവൊന്ന് ഇതുപോലെ വരഞ്ഞു കൊടുക്കാം. അപ്പോൾ ഞാനിതുപോലെ വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിന് നമ്മൾ കട്ട് ചെയ്ത് വെച്ച റൗണ്ടിൻ്റെ അടിഭാഗത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഗ്ലൂ ആക്കിയിട്ട് അതിനൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് എക്സ്ട്രാ വല്ല ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഷേപ്പാക്കി എടുക്കാം. ഞാനിതുപോലത്തെ ഒരു ക്ലോത്ത് ബാഗാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ മുകളിൽ നിന്ന് ഞാൻ 1 സെൻറ്റിമീറ്റർ വീതിയിൽ 3 പീസ് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതുപോലെ ഓരോ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതുപോലെ 3 പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിന് നിർത്തുമ്പോൾ വലിയൊരു പീസായിട്ട് കിട്ടും. നമ്മൾ ആ കവറിൻ്റെ അടിഭാഗം കട്ട് ചെയ്യാതെയാണല്ലോ കട്ട് ചെയ്തെടുത്തത്. ഇനി നമുക്ക് ഈ 3 പീസിനെയും കൂടിയിട്ടൊന്ന് അതിൻ്റെ അറ്റം പിടിച്ചിട്ടൊന്ന് കെട്ടിക്കൊടുക്കാം. അപ്പോൾ നമുക്കിതുപോലെ 3ഉം ഒരുമിച്ച് പിടിച്ചിട്ട് ഒന്ന് കെട്ടിക്കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാനിതുപോലെ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ എക്സ്ട്രാ നിൽക്കുന്ന ഭാഗം കട്ട് ചെയ്തിട്ട് കളയാം. പിന്നെ നമുക്കിതിനൊന്ന് മടഞ്ഞെടുക്കണം. അപ്പോൾ നമ്മൾ സാധാരണ ഹെയറൊക്കെ മുടയില്ല, അതുപോലെ തന്നെ കേട്ടോ മുടയണത്. അപ്പോൾ നമുക്ക് സെൻറ്ററത്തെ പീസിൻ്റെ മുകൾക്ക് 2 സൈഡുള്ള പീസ് അതിൻ്റെ മുകൾക്കായിട്ട് വെച്ചെടുക്കാം. മറു സൈഡുള്ളത് സെൻറ്ററിൻ്റെ മുകൾക്ക് വെച്ചെടുക്കാം. നമ്മൾ ആ വെച്ചെടുക്കുന്നതിൻ്റെ മുകൾക്ക് സൈഡുള്ളതിന് മാറിയിട്ട് വരും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും നമ്മളെ ഹെയറൊക്കെ മുടയണം, അതുപോലെ തന്നെ അങ്ങ് മുടഞ്ഞു കൊടുത്താൽ മതി. അപ്പോൾ ഞാനിതുപോലെ ചെയ്യുന്നത് എനിക്ക് ജൂട്ടിൻ്റെ ത്രെഡ് കിട്ടാത്തതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളടുത്ത് ജൂട്ടിൻ്റെ ത്രെഡ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച വേസിൻ്റെ മുകളിലങ്ങ് ചുറ്റി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ജൂട്ടിൻ്റെ ത്രെഡിന് പകരമായിട്ട് ഇതുപോലെ മുടഞ്ഞിട്ട് ചെയ്ത് കൊടുക്കണമെന്ന് മാത്രം. അപ്പോൾ ഇതുപോലെ നമ്മളിതിനെ ഫുള്ളായിട്ട് മുടഞ്ഞെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാനിതുപോലെ ഇതിനെ ഫുള്ളായിട്ട് മുടഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതുപോലെ 2 പീസായിട്ട് മുടഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ആ കെട്ടിട്ട ഭാഗം ഉണ്ടല്ലോ, അത് നമുക്ക് കട്ട് ചെയ്തിട്ട് കളയാം. നമുക്കിനി അതിൻ്റെ എൻഡിൽ നമ്മൾ ആ മുടഞ്ഞ് വെച്ചത് പോരാതെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഗ്ലൂ ഒന്നാക്കിയിട്ട് ഒട്ടിച്ചെടുക്കാം. ഇനി നമുക്ക് നമ്മൾ ആ റെഡിയാക്കി വെച്ച വേസിൻ്റെ മുകളിൽ ഇതിനെ ചുറ്റി കൊടുക്കണം. അപ്പോൾ നമുക്ക് കുറച്ച് ഗ്ലൂ ആക്കിയിട്ട് ഇതിനൊന്ന് ചുറ്റി കൊടുക്കാം. അപ്പോൾ ഞാൻ ഗ്ലൂ ആക്കിയിട്ട് നമുക്ക് ഫസ്റ്റത്തെ ലെയർ ഫുൾ ഗ്ലൂ ആക്കിയിട്ട് ഒന്ന് ഇതുപോലെ ചുറ്റി കൊടുക്കാം. അപ്പോൾ നമുക്ക് നല്ല ടൈറ്റിൽ തന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ മുടഞ്ഞ് വെച്ചത് ഫുള്ളായിട്ട് ചുറ്റി കൊടുക്കണം. പക്ഷെ നമ്മൾ മുടഞ്ഞ പീസ് തികയാത്തതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ 2 പീസ് മുടഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും കൂടി ജോയിൻ ചെയ്തിട്ട് ചുറ്റി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ചുറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ റോളിൻ്റെ മുകൾ ഭാഗത്തും കൂടി നമുക്ക് അതിനൊന്ന് വെച്ചെടുക്കാം കേട്ടോ.
അപ്പോൾ നമ്മൾ ആ മുകൾ ഭാഗവും കാണില്ല. ഞാനിതുപോലെ ഫുള്ളായിട്ട് ചുറ്റി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ എക്സ്ട്രാ വന്ന ഭാഗം കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്കിത് ഒരു കൊട്ട പോലെ ആക്കിയെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇതുപോലെ നമുക്കതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു ഹാൻഡ് വെച്ചെടുക്കണം. അപ്പോൾ നമുക്കിത് തന്നെ ഒരു പീസ് കട്ട് ചെയ്തെടുക്കാം. നമുക്കതിനൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ വേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൽ വെച്ചെടുക്കാം. ഞാൻ കോട്ടൻ്റെ ഇതുപോലത്തെ കോട്ടനാണ് എടുത്തിട്ടുള്ളത്. ഇത് വെച്ചിട്ട് നമുക്കൊരു ഡോളിന് ഉണ്ടാക്കിയെടുക്കാനാണ് വേണ്ടത്. അപ്പോൾ നമുക്കിതുപോലെ കോട്ടൻ വന്ന് കുറച്ച് പീസ് എടുക്കാം. എന്നിട്ട് നമുക്കിതിനൊരു റോളാക്കിയെടുക്കണം. റൗണ്ട് ചെയ്തിട്ട് ഒരു ചെറിയൊരു ബോൾ പോലെ ആക്കിയെടുക്കാം. ഞാനിതുപോലെ കൈ വെച്ചിട്ട് ഒരു ചെറിയൊരു ബോളിൻ്റെ ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ഒരു പീസും കൂടി ഇതുപോലെ തന്നെ ഒരു റൗണ്ടും കൂടി ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിലേറെ കുറച്ച് വലുതാക്കിയിട്ട് ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് ഡോളിൻ്റെ ഹെഡാക്കി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയത്. ഇനി ബോഡി ആകുമ്പോൾ അത് കുറച്ച് വലുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനിതുപോലെ 2 ബോൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നമുക്കിതിന് രണ്ടിനും കൂടിയിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. നമ്മൾ ഒരു ബോൾ വലുതും ഒന്ന് കുറച്ച് ചെറുതാക്കിയിട്ട് ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് സാധാ ഫെവിഗോൾ വെച്ചിട്ട് തന്നെ ഒട്ടിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പം ഞാനിതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഡോളിൻ്റെ സൈഡിൽ വെച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഞാൻ ചെറിയൊരു റിബൺ എടുത്തിട്ടുണ്ട്. ഞാനിതുപോലെ ഒന്ന് ഫുള്ളായിട്ട് റൗണ്ടിലൊന്ന് വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുകയാണ്. നമുക്കിതുപോലെ ഒന്ന് അടിഭാഗത്ത് കുറച്ച് ഗ്ലൂ ആക്കിയിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. ഞാനൊരു നൂലെടുത്തിട്ടുണ്ട്. നമുക്കതിൻ്റെ നമ്മൾ ആ ജോയിൻ ഒട്ടിച്ചെടുത്ത ഭാഗത്ത് ഇതുപോലെ ഒന്ന് നല്ല ടൈറ്റിലൊന്ന് നൂല് വെച്ചിട്ടൊന്ന് ചുറ്റി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ചുറ്റിയിട്ട് കെട്ടിട്ട് കൊടുക്കാം. ഞാനിതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതുപോലെ ഒരു ഇതുപോലത്തെ ഫ്രോക്ക് എന്തെങ്കിലും എടുത്തിട്ട് നമ്മൾ ടൈ പോലെ നമുക്ക് വെച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ റിബൺ എടുത്തിട്ട് ഇതുപോലെ 2 റൗണ്ട് ചുറ്റിയെടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് സ്പേസ് ഇട്ടിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ആ ഫ്രോക്കിൻ്റെ സെൻറ്ററിൽ കൂടെ നമുക്ക് 4 പീസാണല്ലോ. അപ്പോൾ അതിൻ്റെ സെൻറ്ററിൽ കൂടെ നമ്മൾ വെട്ടിയെടുത്ത് അതിൻ്റെ അറ്റം ഒന്ന് കോർത്ത് കൊടുക്കാം. ഇതുപോലെ കോർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഫസ്റ്റത്തെ തുമ്പും രണ്ടും കൂടിയിട്ടൊന്ന് നന്നായിട്ട് വലിച്ചിട്ട് കെട്ടിക്കൊടുക്കുകയാണ് വേണ്ടത്. നമുക്കിതുപോലെ പിടിച്ചിട്ട് നല്ല ടൈറ്റ് തന്നെ ഒന്ന് കെട്ടിക്കൊടുക്കാം. ഇതുപോലെ കെട്ടിക്കൊടുത്തിട്ട് നമുക്കതുമൊന്ന് ഊരിയിട്ടെടുക്കാം. നമുക്ക് കൈവച്ചിട്ട് ഇതിൻ്റെ എൻഡൊക്കെ ഒന്ന് ഷേപ്പാക്കി കൊടുക്കാം. നമുക്ക് കത്രിക എടുത്തിട്ട് അതിൻ്റെ എൻഡിലൊക്കെ ഒന്ന് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. നമുക്കിനി കട്ട് ചെയ്തെടുത്ത് വേണമെങ്കിൽ ലൈറ്റർ വെച്ചിട്ടൊന്ന് ഒരുക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ എടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഇതുപോലെ ടാഗായിട്ട് ഇതിൻ്റെ മേലെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ ഡോളിനെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ബേസിൽ വെച്ചെടുക്കാം. നമുക്ക് ബേസിൽ അടിഭാഗത്ത് കുറച്ച് ഗ്ലൂ ആക്കിയിട്ട് അതിനൊന്ന് വെച്ചെടുക്കാം.
അപ്പോൾ ഞാൻ ഗ്ലൂ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വേസിലേക്ക് വെച്ചെടുക്കാം. ഞാനിതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഞാനിതുപോലെ തന്നെ ഒരു റിബണും കൂടി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മളെ വേസിൻ്റെ സൈഡിലായിട്ട് നമുക്ക് എവിടെയെങ്കിലും ഒന്ന് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. നമ്മളെ വേസിനൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം നമുക്ക് കേട്ടോ. അപ്പോൾ ഞാനിതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ ഡോളിന് കണ്ണും വായിക്കൊന്ന് വരഞ്ഞെടുക്കാം. അപ്പോൾ ഞാനിതുപോലെ ഒരു ബ്ലാക്ക് കളർ എടുത്തിട്ട് ഇതുപോലെ കണ്ണ് വരഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്ക് റെഡ് കളർ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് വായം വരഞ്ഞെടുക്കാം. അപ്പോൾ നമ്മൾ ഡോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് നമ്മളെ വേസിനൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഞാനിതുപോലെ ചെറിയ കുറച്ച് ബീഡ്സ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കൊരു വൈറ്റ് A4 ഇതുപോലെ പേപ്പർ എന്തെങ്കിലും എടുത്തിട്ട് നമുക്കതിലൊരു ഹാർട്ട് ഷേപ്പ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതുപോലെ ഒരു ഹാർട്ട് ഷേപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ എൻഡിൽ ഇതുപോലൊരു ഗോൾഡൻ കളർ ത്രെഡ് വെച്ചിട്ടൊന്ന് ഇതുപോലെ ആ ഷേപ്പിലൊന്ന് ഒട്ടിച്ചെടുക്കുകയാണ്. അപ്പം നമുക്കതുപോലെ ഒന്ന് ഗ്ലൂ ആക്കിയിട്ട് അതിൻ്റെ സൈഡിലൊന്ന് ഒട്ടിച്ചെടുക്കാം. ഞാനിതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിതിന് നമ്മൾ ആ വേസിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പം ഞാനിതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ മുകളിൽ നമ്മളിഷ്ടത്തിനനുസരിച്ചിട്ട് എന്താ വെച്ചെങ്കിൽ എഴുതി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഒരു ഡോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ ഇതുപോലെ ഇത് മുകളിൽ റിബണ് കുറച്ച് വീതിയുള്ളത് വെച്ചിട്ട് ചെയ്തതാട്ടോ. അപ്പോൾ എനിക്ക് ചെറിയ റിബണിനെക്കാട്ടിലും ഇഷ്ടമായത് ഇതുപോലെ കുറച്ച് വീതിയുള്ള റിബൺ വെച്ചിട്ട് ചെയ്തപ്പോഴാണ്. ചെറിയ റിബൺ വെച്ചപ്പോൾ എനിക്ക് അത്ര തന്നെ ഒരു ഭംഗി തോന്നിയില്ല. അപ്പോൾ ഞാനിതുപോലെ വലിയ റിബൺ വെച്ചിട്ടാണ് ഇനി ചെയ്തെടുക്കുന്നത്. നമ്മളപ്പോൾ ആദ്യം വെച്ചിരുന്നത് 0.5 സെൻറ്റിമീറ്റർ വീതിയുള്ള റിബണായിരുന്നു. ഇത് 1 സെൻറ്റിമീറ്റർ വീതിയുള്ള റിബണാണ്. അപ്പോൾ നമുക്കത് വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് ഒന്നും കൂടി ഒരു നല്ല ഭംഗി കിട്ടുന്നത്. അപ്പോൾ ഞാനിനി ഇതുപോലത്തെ ഒരു ഇൻസുലേഷൻ്റെ ടാപ്പിൻ്റെ എംടി റോൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് നേരത്തെ പോലെ തന്നെ അടിഭാഗത്ത് കാർഡ്ബോർഡൊക്കെ വെച്ചിട്ട് നമ്മൾ മുടഞ്ഞെടുത്ത് ചുറ്റി കൊടുത്തിട്ട് നമുക്ക് നേരത്തെ പോലെ തന്നെ ഒരു വേസ് ആക്കി എടുക്കാം. ഞാനിതുപോലെ തന്നെ വേസ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുണ്ടാക്കി വെച്ച ഞാനിതുപോലെ 2 ഡോളിന് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നമുക്കിതിന് അതിലൊട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിതിൽ 2 ഡോളിന് വെച്ചെടുക്കേണ്ട കേട്ടോ. ഇത് ആകുമ്പോൾ നമുക്ക് ഉൾഭാഗം കുറച്ച് നല്ല റൗണ്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാനതിന് ഇതിൽ 2 ഡോളിനെ വെച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതുപോലെ 2 ഡോൾ വെച്ചിട്ട് ചെയ്യാം. അത് കാണാൻ നല്ല ഭംഗിയില്ലേ. ഞാൻ 2 ഡോൾ വെച്ചിട്ടും 1 ഡോൾ വെച്ചിട്ട് നമുക്കിതുപോലെയും ചെയ്തെടുക്കാം. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ ഫ്ലവർ വെച്ചിട്ട് ഫ്ലവർ വേസ് പോലെ ചെറിയ ഫ്ലവറുള്ള വേസ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. അല്ലെങ്കിൽ നമുക്കിതുപോലെ ഡോളിനെ വെക്കാം. അപ്പം ഞാൻ ആ ഫ്ലവർ ഉള്ളത് ഡോളിനെ തന്നെയാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാനിതുപോലെ വലിയ റിബൺ വെച്ചിട്ട് ഇതുപോലെ ഒരു ഡോളിനെയും കൂടി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, വലിയ റിബൺ വെക്കുമ്പോൾ നമുക്ക് നല്ല ഭംഗിയിലുണ്ട്, കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഞാൻ 3 ഡോളിനെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കാണാനും നല്ല ഭംഗിയുണ്ട്. നമുക്കിതിനെ ഷോ പീസൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്കിതിൻ്റെ മുകളിലൊരു ചെയിൻ ഇട്ടെടുത്തിട്ട് നമുക്ക് കീ ചെയിനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അതുപോലെ നമുക്ക് കാറിൻ്റെ മുന്നിലൊക്കെ ഇതുപോലെ കീ ചെയിനൊക്കെ ആക്കിയിട്ട് വെച്ചെടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പമുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നത് വരേക്കും ബായ്.